ധർമ്മസ്ഥല വെളിപ്പെടുത്തലിലെ അന്വേഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെ സാക്ഷിയുടെ അഭിഭാഷകരിൽ ഒരാൾ പരാതി കൊടുത്തിരിക്കുന്നു. അറസ്റ്റ് ചെയ്യുമെന്നും ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും സാക്ഷിയെ ഭീഷണിപ്പെടുത്തി എന്നാണ് ഇപ്പോൾ ഉയരുന്ന പരാതി. സിർസി സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും SIT അംഗവുമായ മഞ്ജുനാഥ ഗൗഡയ്ക്കെതിരായിട്ടാണ് ഇപ്പോൾ പരാതി ഉയർന്നു കേൾക്കുന്നത്. മുഹമ്മദ് റഹീസ് ധർമ്മസ്ഥലയിൽ നിന്നും തത്സമയം ചേരുന്നു. റഹീസ്, ഗുഡ് മോർണിംഗ്. റഹീസ്, വിവരങ്ങൾ. മോർണിംഗ് SKN. ഗുരുതരമായിട്ടുള്ളൊരു പരാതിയാണ് ഇപ്പോൾ ഈ സാക്ഷിയുടെ അഭിഭാഷകർ SIT ടീമിനെതിരെ നൽകിയിരിക്കുന്നത്. ഈ SIT ടീമിലെ ഒരു അംഗം സാക്ഷിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ള പരാതിയാണ് നൽകിയിരിക്കുന്നത്. ഈ ഭീഷണിപ്പെടുത്തിയത് ഇന്നലെയാണ് എന്നാണ് സാക്ഷിയുടെ അഭിഭാഷകരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ ഈ പരാതി ആഭ്യന്തര വകുപ്പിന് മെയിൽ ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിന് ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുണ്ട്. അതായത് SIT ടീമിലെ ഒരു അംഗമായിട്ടുള്ള സിർസി സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ മഞ്ജുനാഥ് ഗൗഡയ്ക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇയാൾ സാക്ഷിയെ കൊണ്ട് താൻ ഇത് സമ്മർദ്ദം മൂലം നൽകിയ ഒരു പരാതിയാണ്, ഈ പരാതി വ്യാജമാണ് എന്നുള്ള തരത്തിൽ ഒരു പറയിപ്പിക്കുകയും അത് റെക്കോർഡ് ചെയ്യിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇവർ നൽകിയിരിക്കുന്ന. ഒപ്പം തന്നെ ഈ പരിശോധനയ്ക്കിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇയാൾ മറ്റുദ്യോഗസ്ഥർ ഇല്ലാതിരുന്ന സമയത്ത് ഈ സാക്ഷിയെ കൂട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുകയും അത് റെക്കോർഡ് ചെയ്തു എന്നുമാണ് ഈ സാക്ഷിയുടെ അഭിഭാഷകർ പറയുന്നത്. മാത്രമല്ല, താൻ പരാതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ അറസ്റ്റ് ചെയ്ത് ജീവിതകാലം മുഴുവൻ ജയിലിലടയ്ക്കും എന്നുകൂടി ഭീഷണിപ്പെടുത്തി എന്ന് സാക്ഷിയുടെ അഭിഭാഷകർ പറയുന്നുണ്ട്. ഓരോ ദിവസവും ഈ സാക്ഷിയെ തെളിവെടുപ്പിന് ശേഷം ഇവർ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്താറുണ്ട്. അതിനിടയിലാണ് സാക്ഷി ഇത് അഭിഭാഷകരോട് പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ അഭിഭാഷകർ ഈ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ SIT സംഘത്തിൽ നിന്നും ഈ മഞ്ജുനാഥ് ഗൗഡയെ ഒഴിവാക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ സാക്ഷിയുടെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിൽ SIT ടീമിലെ അംഗങ്ങൾ തന്നെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തുന്നു എന്ന ആരോപണം ഉയരുമ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ പലതവണ പല അന്വേഷണ സംഘങ്ങൾ ധർമ്മസ്ഥലയിൽ വന്നു പോയതാണ്. പല തെളിവുകളും ലഭിച്ചുവെങ്കിലും അവരൊന്നും ആ കേസുമായി മുന്നോട്ട് പോവുകയോ അതിലൊരു വെർഡിക്റ്റ്, അതിലൊരു എൻഡ് കൊണ്ടുവരികയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനാലാണ് ഈ SIT സംഘത്തിന് രൂപീകരിക്കുന്നു. 6ാം ദിവസം അല്ലെങ്കിൽ 6ാം സ്പോട്ടിൽ നിന്ന് 3ാം ദിവസം അസ്ഥികൾ ലഭിച്ചതിന് പിന്നാലെ ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹം സാക്ഷിയോട് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും കേസ് സമ്മർദ്ദം മൂലമാണെന്ന് പറയുകയും ചെയ്തത് എന്ന് പറയണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. മറിച്ച് ഇത് റെക്കോർഡ് ചെയ്യുക കൂടി ചെയ്ത സാഹചര്യത്തിൽ അത് വളരെ ഗുരുതരമാണ്. കാരണം ഇങ്ങനെ ഒരു തെളിവ് ലഭിച്ചതിന് പിന്നാലെ തന്നെ SIT സംഘത്തിലെ ഒരാൾ വന്ന് സാക്ഷിയോട് ഭീഷണിപ്പെടുത്തുകയാണ്, അദ്ദേഹത്തിനോട് സമ്മർദ്ദം മൂലമാണ് എന്നൊക്കെ പറയിപ്പിക്കുകയാണ്, അത് റെക്കോർഡ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അത് വളരെ ഗുരുതരമായിട്ടാണ് ഈ അഭിഭാഷകർ കണ്ടിരിക്കുന്നത്. അവർ നിയമപരമായി മുന്നോട്ട് പോകുന്നു. ആഭ്യന്തര വകുപ്പിനെ കാര്യം അറിയിച്ചിട്ടുണ്ട്. DGPയെ കൂടി ഇക്കാര്യം അറിയിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.